അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മള് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ. സമയം 11:45 11:45. നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് 4 മണിക്കാണ്. 4 മണിക്കല്ലേ? 4 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. നമുക്കൊരു 12:30 ആകുമ്പോൾ അവിടെ എത്തണം. കണ്ണൂർ ടു ഷാർജ. 12:30 അവിടെ എത്തേണ്ടത്. എത്ര മണിക്കാ? 2 മണിക്ക്. 2 മണിയാകുമ്പോൾ എത്തണം. അപ്പൊ നമ്മളൊരു 12:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാന്നാണ് വിചാരിക്കുന്നത്. കണ്ണൂർ ടു ഷാർജ. ഉപ്പ എവിടെയാന്ന് ഇല്ലെന്ന് കമന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഷാർജ നമ്മൾ പറഞ്ഞത് കേട്ടോ. മസീഫൊന്നും പോയിട്ടില്ല കേട്ടോ. ഇല്ല, നമ്മള് പറഞ്ഞില്ല. സായിരി ഇവിടെ തന്നെ ഉണ്ട്. സാറാ മഷീബിന്റെ അടുത്ത് തന്നെ. അപ്പൊ നമ്മള് 4 ആളാണ് പോകുന്നത്. അല്ല, 4 ആളല്ല, ഒരാളും കൂടി നല്ല ഉഷാറുള്ളത്. ഉമ്മമാരെ കൊണ്ടാക്കണം. കൊണ്ടാക്കിട്ട് അവിടുന്ന് ഉമ്മാമ ഇങ്ങോട്ടേക്ക് വരൂലെന്ന് പറഞ്ഞാലാണ് ഹാല് മാറുന്നത്. ഓള് വിചാരിച്ചു ഇത് ഉമ്മാമാനെ വേറെ എന്തോ പറഞ്ഞോ സംഭവം മറ്റെന്തോ വിചാരിക്കുന്നത്. പിന്നെ ആള് പ്ലെയിന് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലും കൂടിയാ ഉള്ളത്. പിന്നെ നമ്മളെ പെട്ടിയെല്ലാം കെട്ടുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടി നമ്മള് കെട്ടുന്ന സമയത്ത് വലിയ പെട്ടിയായിരുന്നു. നമ്മളത് മുറിച്ച് ചെറുതാക്കിട്ടാ. 20 കിലോനല്ലേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. കയ്യില് 7 മറ്റേത് അതായത് ലഗേജ് 20 കിലോനും അങ്ങനെയാണ്. ഹലോ ഹലോ, എന്താണ് പരിപാടി? ഉറങ്ങുന്നു. ബാബാപ്പ പോവാല, ഉമ്മമാരെ കൊണ്ടാക്കാൻ വേണ്ടി പോവണ്ടേ എന്ന് പറയുന്നുണ്ട്. പോവാന്ന് പറയുന്നത് ആമിയാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഓക്ക് നിസ്കരിക്കലെന്ന് ആമിയാക്കല് എന്ന് പറയാം. ഇപ്പൊ എന്താ പറയുന്ന നിസ്കരിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോ ഒന്നിച്ച് തന്നെ നടന്നിട്ട് അറിയാം, പച്ചോത്തെ ദഗിച്ചിന് കൊറേ പൈസ തന്നെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ. മാറ്റിട്ടില്ല, എല്ലാരും മാറ്റിട്ട് പോകുന്നു. ഉമ്മ മാറ്റിട്ടില്ല. ഉമ്മ മാറ്റുന്നുണ്ടാ? മാറ്റുന്ന എത്ര അല്ല, ഉമ്മമാനെ മിസ് ചെയ്യും. എന്നിട്ട് മോള് മാമ എവിടെ പോന്ന്? എന്തിന്? അവിടെ ആരുള്ള ദുബായില്? പോലെ പോവാ. സായരൊക്കെ എന്താ പറയണ്ട? നമ്മളെ സബ്സ്ക്രൈബേഴ്സിനുണ്ട് കൊറേ ആയി എല്ലാരും ചോദിക്കുന്നു. സായരാണ് വീഡിയോ കാണാത്തോണ്ടല്ലോ കേട്ടോ. സായരയുടെ വരുത്ത് എന്താ പറയാ, ഇവിടെ വരുന്ന സമയത്ത് നമ്മള് വ്ളോഗ് എടുക്കൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോ ഇൻഷാല്ലാ ഇടയ്ക്കൊക്കെ വരുന്ന സമയത്ത് ഓരോ വ്ളോഗ് എടുക്കാം. സായനെ കൂട്ടിയിട്ട് വ്ളോഗ് എടുക്കണമെന്നും കണ്ടിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ അഗാരന്റെ അടിപൊളി വാക്വം ക്ലീനർ ആണ് കേട്ടോ. ഇത് നമ്മളെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ അഗാരോ എലൈറ്റ് അപ്രൈറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ കാർപ്പറ്റ് ക്ലീനർ കേട്ടോ. 800 വാട്ട്സ് പവറും 13.5 kps സക്ഷൻ പവറാണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ആദ്യം വരുന്നത് 1.3 ലിറ്റർ ഡേർട്ടി വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. ഇതിലാണ് നമ്മളെ കച്ചറ വെള്ളമൊക്കെ വന്ന് നിൽക്കുക കേട്ടോ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാം. ഇതാണ് ഓസ് കണക്ടർ കേട്ടോ. ഇവിടെയാണ് നമ്മളെ ഓസ് കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വരുന്നത് നമ്മളെ വാട്ടറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് കേട്ടോ. അതിന്റെ വാട്ടറിന്റെ ഫ്ലോ എത്രത്തോളം വരണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇത്. താഴെ കൊടുത്തിരിക്കുന്നത് റിമൂവബിൾ ഡബിൾ റോളിംഗ് ബ്രഷ് ആണ് കേട്ടോ. 2 റോളിംഗ് ബ്രഷ് ആണ് വരുന്നത്. അതും കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ താഴെയുള്ള ക്യാപ്പ് റിമൂവ് ചെയ്ത് നമ്മൾ ഈ ഒരു ബെൽറ്റ് റിമൂവ് ചെയ്താൽ ബ്രഷ് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കച്ചറയും കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇതങ്ങനെ നമുക്ക് ഊരിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഹാൻഡിൽ വരുന്നത് കേട്ടോ. ഈ ഹാൻഡിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ എങ്ങനെ വെക്കുക. പിന്നെ ഇതിൻ്റെ ഇവിടെ താഴെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഊരിയിട്ടാണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് 2 വീല് വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ 2 സൈഡിൽ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഹാൻഡിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കേട്ടോ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഹാൻഡിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വലത്ത് ഭാഗത്ത് വരുന്നത് നമ്മളെ ഓണും ഓഫും ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. 2.6 ക്ലീൻ വാട്ടർ ടാങ്ക് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ വാക്കിങ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് വെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന ഈ റെഡ് ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വെള്ളം സ്പ്രേ ചെയ്യത്തുള്ളൂ. ഇതാണ് ഹോസ് വരുന്നത് കേട്ടോ. നല്ലൊരു കവറിൽ തന്നെയാണ് സാധനം വരുന്നത്. ഇത് നമുക്ക് സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ സോഫ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വെറ്റായിട്ടും ഡ്രൈ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വാട്ടർ സ്പ്രേ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മുടെ പവർ കേബിൾ 7 മീറ്റർ ലോങ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഉണ്ട് സാധനം.
അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു വീല് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇത് ഹാൻഡിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഹാൻഡിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ട ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് മൂവ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇതിൽ വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഡ്രൈ ആയിട്ടും ക്ലീൻ ചെയ്യാം, അതായത് വെറ്റായിട്ടും ക്ലീൻ ചെയ്യാം കേട്ടോ. നമുക്ക് വെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഹാൻഡിലുള്ള ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ വാട്ടർ സ്പ്രേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹോസ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. അത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സോഫ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെള്ളം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യണം കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നന്നായിട്ട് ക്ലീൻ ആവുന്നുമുണ്ട്. അപ്പോൾ ഇതിലെ ക്ലീൻ വാട്ടർ നമുക്ക് കളയണമെന്നില്ല കേട്ടോ, നമുക്ക് അടുത്ത തവണ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളെ തായിലുള്ള ഡേർട്ടി വാട്ടർ ഉണ്ടല്ലോ, അതെന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. അതായത് മാക്സിമം ലെവൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ തായിൽ വരുന്ന നമ്മൾ ആ ഒരു ബ്രഷിൻ്റെ അവിടെയും നല്ല അഴുക്കായിട്ട് നമ്മൾ ഈ ഒരു കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നല്ല അഴുക്കായിട്ടിട്ട് അതും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അഗാരോൻ്റെ ഈ അപ്രൈറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ആ താഴെ കൊടുക്കുക, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ പെട്ടി സംഭവം എല്ലാം റെഡിയായി. ഇത് ഫ്രണ്ടിൽ വെച്ചേട്ടാ, ഇത് ഡിക്കിയിൽ വെക്കണ്ടേ. ഉമ്മാന്റെ ബാഗ്, ഹാൻഡ് ബാഗ് വെയിറ്റ് നോക്കിന് കറക്റ്റ് 20. കാണാൻ ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ഏത് വെയിറ്റ് നോക്കുന്നതാ? കുപ്പി അത് കടത്തി വെച്ച്. എന്റെ മേക്കപ്പിന്റെ സംഭവം എല്ലാം എടുത്തിട്ടില്ലേ? ഒന്നുമില്ല, അപ്പൊ അത് നമ്മള് വേറെ സംസാരിച്ചതാ. ആ എന്തേ വടി വെക്കാനാ? അതൊന്ന് ആയുധം ആറ്റന് ബാക്കിൽ നമുക്ക് ഡിക്കിയിലാക്കാം. അപ്പൊ ഇതാ ഉമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേ നോക്കുമ്മ 11 മണിയാവനി. അല്ല 11 അല്ല 12 മണിയാവനി. ഇങ്ങോട്ട് നോക്ക്. അത് ശരിയാന്നല്ല. എല്ലാരും വന്ന് വീടിന്റെ ഡോർ അടച്ചിട്ടില്ല ആരും. ഓളി വിചാരിച്ച് അല്ലല്ല വീടിനെ കിട്ടില്ല എന്ന് വെച്ചിട്ട് മറിച്ച് വേഗം വന്നു തന്നല്ലേ. ആറ്റ ഫ്രണ്ടിലേക്ക് ട്ടാ, നീ കയറിയിരുന്ന മതി. ഇതിന്റെ ചാവിയുള്ള പൂട്ടിട്ടോ. ഉമ്മിനെ കൂട്ടാണ്ടാ പോകുന്നത്. ഉമ്മി ഗേറ്റ് അടക്കാൻ വേണ്ടി നിക്കുന്ന നമ്മളെ ഡാപ്പറുണ്ടതാ ട്ടാ. പൊട്ടത്തി ഗൈസ് ഒരു ട്രോളി എടുത്തോ. നിസു നല്ല ഉറക്കാന്ന് കേട്ടാ. ഏതോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഒച്ച കേൾക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ടൈം എത്ര ആയേ? 1 മണിയാ. ഉറക്കായോണ്ട് അല്ലേ? കുറച്ച് മുന്നോട്ട് ആടാ എല്ലാം കഴിഞ്ഞാകുമ്പോ വിളിക്ക്. ഇപ്പൊ ഇനി ഇതില് അലോഡ് ചെയ്യും. അമ്മ ടൈം ആവാത്തോണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് 1 മണിയിലായിട്ടുള്ളൂ. ഇതിർക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ഇതാ കേറിക്ക് വന്നാല് കേറിങ്ങള്. ഉറക്കിലായി പോയാലേ ഇനി നിങ്ങളെ എണീച്ച് നേരെ വിളിച്ച് ചോദിക്കലുണ്ടാവാം. നമുക്ക് കഴിയില്ലേ? ശരി. അലൈഹിസ്സലാം. അങ്ങനെ നമ്മൾ ഉമ്മാനെ കൊണ്ടുവിട്ടിട്ട് വന്നേട്ടാ. ആരെ കൊണ്ടുവിട്ടിട്ട് വന്നേ? എവിടാ? ദുബായില്. ആള് നല്ല ഉറക്കലുണ്ടായി. നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ
നല്ല ഉറക്കിലാണ്, ചെറിയ ഉറക്കല്ല, നല്ല ഉറക്കിന്റെ ഒരു ഇത് തന്നെ ഉണ്ട്, ആ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓളോ അങ്ങനെ ടൈമെല്ലാം കഴിഞ്ഞു. നമ്മള് ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ 12 മണി ആയിനല്ലോ. നമ്മളെക്കാട്ട് മുമ്പേ ഓളെ പറയുന്നു. ഉമ്മ വിളിച്ചിട്ടില്ല എന്ത്? അവിടെ എത്തിയിട്ടോ, അവിടെ എത്തിയിട്ട് രാവിലെ വിളിച്ചില്ലേ? രാവിലെ വിളിച്ചില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞേ? എന്തെല്ലോ ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞല്ലേ നമുക്ക്, എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേ. കൊണ്ടുവരൂന്ന് പറഞ്ഞത് തന്നെ ഇവള് ഫോൺ വിളിച്ചായിട്ട് പറഞ്ഞു, എടുത്ത് സാധനം കാണിച്ചു നോക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ. അതൊക്കെ വാങ്ങിച്ച സാധനം ഉമ്മ അവിടെ തന്നെ കാണിച്ചു കൊടുക്കലുണ്ടായി. അതാണ് വാങ്ങിച്ചെന്ന് പറഞ്ഞാല് കാണിച്ചാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ പറ്റിച്ചത് ബേബിന് ഉമ്മ പറ്റിച്ച് അല്ലേ. അപ്പൊ പിന്നെന്താ, നമ്മളെല്ലാരും തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഉറക്കാട്ടാ ഉണ്ടായത്. നല്ല ഉറക്കല് ഞാൻ മാത്രം പാവ, എനക്കും നല്ല ഉറക്കം വന്നിന്. കാരണം വെച്ചാല് ഈ 3 മണിയേനെ 3 മണി ആയത് മാത്രല്ലടാ, ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞാൻ ഉറക്കം അതിന്റെ ഉണ്ടായി. ഞാൻ ഇവിടെ എല്ലാവരും ഉറക്കം അതിന്റെ ഉണ്ടായി, വർക്കുള്ളതുകൊണ്ട് തന്നെ, വർഷക്ക് വർക്കുള്ളതുകൊണ്ട് തന്നെ നല്ല ഉറക്കം അതിന്റെ ഉണ്ടായിന്. അപ്പൊ ആ ഒരു ഉറക്ക ക്ഷീണവും ഉണ്ട്, അതെല്ലാം ആയി എങ്ങനെയല്ലേ ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞിന് അവരോട് ചോദിച്ചുകൊണ്ടുണ്ടായിന്, ഉറക്കുണ്ടെങ്കിൽ ഇങ്ങ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ, നമ്മളെ വിചാരിച്ചിട്ടില്ലെങ്കിലും മോളുണ്ട് വണ്ടിയിൽ എന്ന് പറഞ്ഞിന്. പിന്നെ ആള് എങ്ങനെങ്കിലും ഇവിടെ എത്തണ്ടേന്നുണ്ടെങ്കില് അങ്ങ് സ്പീഡിൽ വന്നല്ലേ. അല്ല, എനിക്ക് ഉറക്കം വന്ന ഏകദേശം നമ്മള് മടക്കര പാലത്തിന്റെ ആ ഒരു സ്ഥലത്ത് എത്തിരാൻ എനിക്ക് ചെറിയൊരു ഉറക്കം വന്നു. കണ്ണിങ്ങനെ 2 പ്രാവശ്യം മൂടിന് ശരിക്കും. അങ്ങനെ ഡ്രൈവ് ചെയ്യരുത്. പിന്നെ അവിടുന്ന് ഇവിടത്തെ 2 മിനിറ്റല്ലേ ഉള്ളൂ. പിന്നെ അത് വിചാരിച്ച് ഞാൻ എല്ലാം വന്നു, പ്രശ്നമൊന്നും ഇല്ലല്ലേ. പിന്നെ സായറ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, സായറ് ഇവിടെ തന്നെ ഉണ്ടായിന്. ഇപ്പൊ രാവിലെ അവിടെ പോയി കേട്ടോ, അവിടെ വീട്ടിലേക്ക് പോയി, നസീബും സായറും പോയി. പിന്നെന്താ വേറെന്താ? ഇനി ഞാനും നദിയർക്കും ഉമ്മ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിനാലില്ലേ ഉപ്പ പറയോ ഒറ്റക്കായി, ഇപ്പൊ നമ്മ ഒറ്റക്കായി അല്ലേ. ഇല്ല അങ്ങനല്ല, ഉമ്മ ഇല്ലാണ്ട് ഒറ്റക്കായി. ഇതിപ്പോ എന്താ പ്രശ്നം വെച്ചാൽ വർക്കിന് പോകുന്ന സമയത്ത് നെസൂന് ഇനി കൂട്ടേണ്ടി വരും. നെസ് ബേബി നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മള് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.